എറണാകുളം മഹാരാജാസ് കോളേജിൽ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുകയാണ്. എസ്എഫ്ഐ യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാന് കുത്തേറ്റു. ആക്രമണത്തിന് പിന്നിൽ കെഎസ്യുവും ഫ്രറ്റേണിറ്റിയുമാണെന്ന് എസ്എഫ്ഐ ആരോപിച്ചു. 17 പേർ ചേർന്നാണ് നാസറിനെ കുത്തി പരിക്കേൽപ്പിച്ചതെന്നാണ് കോളേജ് യൂണിയൻ ചെയർമാൻ തമീം റഹ്മാൻ പറഞ്ഞത്. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. ഇന്നലെ രാത്രി ഒരു 12:45 ഈ ആക്രമണം നടക്കുന്നത്. ഒരു 14 അംഗ സംഘം ക്യാമ്പസിലേക്ക് ഇടിച്ചു കയറി വരികയും വലിയ മാരകായുധങ്ങൾ, വടിവാളടക്കം, ബിയർകുപ്പി അടക്കം, വലിയ മരക്കഷ്ണങ്ങൾ അടക്കം പെറുക്കി ക്യാമ്പസിലേക്ക് എത്തുകയും സഖാവ് നാസറിനെ അതിക്രൂരമായിട്ട് ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ ആള് എന്ന് പറഞ്ഞാൽ അമൽ ടോമിയാണ്. മറ്റൊരാൾ പിടിച്ചത് ബിലാലാണ്. ഇത്തരത്തിൽ ക്യാമ്പസിൽ ഫ്രട്ടേണിറ്റി, കെഎസ്യു സഖ്യം യൂണിയൻ പ്രവർത്തനങ്ങളെയും എസ്എഫ്ഐയുടെ സംഘടനാ പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ നടന്നിട്ടുള്ള ആക്രമണം. അർജുൻ മട്ടന്നൂരിന്റെ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ പുറത്തുനിന്നുള്ള വന്നവരാണ് കുത്തിയതെന്നാണ് ഇപ്പോൾ അറിയാനാകുന്നത്. 17 അംഗ സംഘം എന്നൊക്കെ പറയുമ്പോൾ, അതും അർദ്ധരാത്രി കോളേജിനകത്തേക്ക്, ക്യാമ്പസിനകത്തേക്ക് കയറിയെന്ന് പറയുമ്പോൾ, ഈ അഭിമന്യുവിന് സംഭവിച്ച അതേ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പോവുകയാണ്. എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസമായി മഹാരാജാസ് കോളേജിൽ ഇത്തരത്തിലൊരു സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ തുടർച്ചയായാണ് ഇന്നലെ ഇത്തരമൊരു അക്രമം ഉണ്ടായിരിക്കുന്നത്. ഈ സർവകലാശാലയിലെ നാടകോത്സവവുമായി ബന്ധപ്പെട്ട നാടക പരിശീലനത്തിന്റെ ഭാഗമായാണ് ഈ നാസർ അടക്കമുള്ള വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ തങ്ങിയത്. അതിനുശേഷം 12:45 ഈ വിദ്യാർത്ഥികൾ ഈ നാടക പരിശീലനം കഴിഞ്ഞ് മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ഇത്തരമൊരു അക്രമം ഉണ്ടാകുന്നത്. ഈ എസ്എഫ്ഐ പറയുന്നത് ഇതിൽ കെഎസ്യു പ്രവർത്തകരും ഫ്രറ്റേണിറ്റി പ്രവർത്തകരും ഉണ്ട്, അതിനൊപ്പം പുറത്തു നിന്നുള്ള ചില ആളുകളും ഇതിലുണ്ട് എന്നാണ്. എന്തായാലും 17ഓളം പേരാണ് ഈ അക്രമത്തിന് പിന്നിലെന്ന് പറയുന്നുണ്ട്. ഈ നാസറിന് ദേഹമാസകലം കുത്തേറ്റിട്ടുണ്ട്. ഇത്തരത്തിൽ പരിക്കേറ്റ നാസറിനെ ആദ്യം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു, അതിനുശേഷം മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്നലെ തന്നെ ഫ്രറ്റേണിറ്റിയുടെ പ്രവർത്തകർ ഒരു അധ്യാപകനെ സ്റ്റാഫ് റൂമിൽ കയറി ആക്രമിച്ച സംഭവം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് എസ്എഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയെ തന്നെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന എസ്എഫ്ഐ പ്രവർത്തകരും മറ്റും ചേർന്ന 2 അക്രമികളെ പിടികൂടി എന്നാണ് അവർ പറയുന്നത്. അതിലൊന്ന് ഒരു കെഎസ്യു പ്രവർത്തകനാണ്, മറ്റൊരാൾ ഫ്രറ്റേണിറ്റി പ്രവർത്തകനാണ്. എന്തായാലും പോലീസ് ഇതുവരെ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ആ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മൊഴിയെടുക്കുന്നുണ്ട്. ഈ നാസറിന്റെയും മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അന്വേഷണം തുടരുകയാണ്.